ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ കണ്ട മ്യൂസിയത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇവിടുത്തെ ഗോബുസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ആ മൗണ്ടൻ്റെ മുകളിലാണ്, അവിടേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം എന്താണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. നമ്മൾ വാഹനം പാർക്ക് ചെയ്ത ശേഷം നേരെ ചെന്നത് ഈ മൗണ്ടൻസിലേക്കാണ്. മൗണ്ടൻസിലെ ആ ഒരു മൗണ്ടൻസ് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ എന്താ പറയുക, അവിടുത്തെ ശിലകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ. ആദ്യമത്തെ അവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് കയറുമ്പോൾ തന്നെയുള്ള ഒരു ശിലയിൽ ഗോബുസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നതും അതിൽ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കണ്ട ശേഷം നമ്മൾ നേരെ അകത്തോട്ട് കയറിയായി. നമ്മൾ നേരെ നടന്നു പോകുന്ന വഴിയാണെങ്കിലും വളരെ മനോഹരമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളവിടെ എത്തുമ്പോൾ ഒരു ക്ലൈമറ്റ് എടുത്തു പറയേണ്ടതാണ്. നല്ല മഞ്ഞുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും പാറക്കെട്ടുകളുടെ ഉള്ളിലേക്ക് നമ്മൾ, അതായത് കേവ്സ് എന്ന് പറയാം, കേവ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കതിലൂടെ കയറി അവിടെ നമുക്ക് അവിടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് ഗസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ എല്ലാ പ്രധാന കാര്യങ്ങളും നമ്മൾ താഴെ മ്യൂസിയത്തിൽ കണ്ട കാരണം നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അറിയാമായിരുന്നു. എന്നിരുന്നാലും ഈ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. വളരെ മനോഹരമാണ്. അതുപോലെ താഴെ കണ്ട പല കാര്യങ്ങളുടെയും ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ അതെല്ലാം അവർ മറച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അവർ ആ പഴമയിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം അവർ കയറ് കെട്ടി നമ്മളെ എൻട്രി അവിടേക്ക് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല, നമുക്ക് ഇനി പല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറിങ് നമുക്കിവിടെ നടത്താനില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത, പക്ഷേ നമുക്കിവിടെ ഒന്നും ഒരുപാട് ദൂരേക്കുള്ള വ്യൂ ഒന്നും കാര്യം കിട്ടുന്നില്ല കേട്ടോ. കാരണം അതിന് മാത്രം മഞ്ഞുണ്ട് ഇവിടെ. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. ഗ്ലൗസും കാര്യങ്ങളൊന്നും നമുക്ക് കൈമേൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. വളരെ മനോഹരമായിട്ടൊരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ ഗോബുസ്ഥാനിൽ എത്തിപ്പെടുന്നത്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണ് ഗോബുസ്ഥാനിലെ തന്നെ മഡ് വോൾക്കാനോ അടങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക്. എന്താണ് മഡ് വോൾക്കാനോ? അതിനു മുമ്പ് വോൾക്കാനോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തീയും പുകയും ഒക്കെ തുപ്പുന്ന വളരെ ഭീമാകാരമായിട്ടൊരു സംഭവം തന്നെയാണ് ഈ വോൾക്കാനോ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ പാവങ്ങളെ പോലെ മണ്ണ്, അതായത് ചെളി ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ ശരിക്കും വോൾക്കാനോ പോലെ തന്നെ പുറത്തോട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ മഡ് വോൾക്കാനോ. അത് എന്താണെന്ന് നമുക്ക് നേരിൽ പോയി അടുത്ത എപ്പിസോഡിൽ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും വരെ, ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാം.